അന്നൊരു കടപ്പുറത്തൊരു കളി ഉണ്ടായിരുന്നു, ഈ 8 കളി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ ഇതുണ്ട്, എന്താണ് മടൽ കഷ്ണം ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് 3 കഷ്ണമാക്കി വെട്ടിയെടുക്കും. എന്നിട്ട് അതിങ്ങനെ തിരിച്ചിട്ടുന്നൊരു കളിയാണ്. അതൊക്കെ മണിക്കൂറുകളോളം കടപ്പുറത്ത് നിന്ന് കളിക്കും. പിന്നെ ഈ ഒരു തൗഹീദിൻ്റെ ആദർശം ദ്വീപിൽ കവരത്തിയിൽ എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്? അനിയൻ്റെ മക്കളെയും വരെ അന്ന് വളരെ നമുക്ക് അറിയാമായിരുന്നു, പേര് വരെ അറിയാമായിരുന്നു. ഇന്ന് സ്വന്തം അനിയൻ്റെ കുട്ടീൻ്റെ പേര് അറിയാത്തവരാണ് ഇന്നുള്ള സമൂഹം. ഒരു ദ്വീപിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും? കവരത്തിൽ എത്ര ജനസംഖ്യ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള ഷറഫുദ്ദീൻ എ.പി. സാറിൻ്റെ കൂടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് ദ്വീപ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എത്ര കണ്ടാലും എത്ര കേട്ടാലും വീണ്ടും വീണ്ടും ഒരു ദ്വീപുകാരനെ കാണുമ്പോൾ എന്തൊക്കെ ദ്വീപിലെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാനുള്ളൊരു ത്വര മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാർ ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ നിങ്ങളുടെ വ്യക്തിപരമായ സർവീസുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിലൂടെയൊക്കെ പോയി. ഇനി അവിടുത്തെ ഒരു ലക്ഷദ്വീപിൽ ശരിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു പഴയ കാലം ഇന്നും എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ആ മാറ്റങ്ങൾ. അപ്പോൾ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എങ്ങനെയാണ് നോക്കി കാണുന്നത്? അന്ന് എൻ്റെ ബാല്യകാലമാണ് അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് നമ്മുടെ ഒരു കുട്ടികളുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ തിയേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ദ്വീപ്. പണ്ട് തീരെയില്ല. പിന്നീട് ഈ റീൽ കൊണ്ട് കാണിക്കുന്ന പ്രൊജക്ടർ വെച്ച് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദ്വീപിൻ്റെ ഓരോ മൂലകളിൽ ഇങ്ങനെ ഗവൺമെൻറ് ഓരോരോ സിനിമ അനൗൺസ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ കുട്ടികളൊക്കെ പണി അങ്ങോട്ട് ഓടുക, അത് കാണുക. പിന്നെ ഒന്നാമത് ചെറിയ കുട്ടികളൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ സ്കൂളില്ലെങ്കിൽ കടലിലായിരിക്കും. കടലിൽ നീന്തുക, ചാടുക, കളിക്കുക, അങ്ങനെയൊക്കെ അതൊക്കെയായിരുന്നു മെയിൻ. അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോവുക, അതൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ. ഇന്ന് അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ആ കടലിലൊന്നും ആ കുട്ടികളെ അങ്ങനെ കാണാറില്ല. ശരി. ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും മൊബൈലിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ മാറിപ്പോയി. ആ എൻ്റർടൈൻമെൻറ്റൊക്കെ പോയി. അന്നൊരു കടപ്പുറത്തൊരു കളി ഉണ്ടായിരുന്നു, ഈ 8 കളി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ തെങ്ങിൻ്റെ ഓലയുടെ ഇതുണ്ട്, എന്താണ് മടൽ കഷ്ണം ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് 3 കഷ്ണമാക്കി വെട്ടിയെടുക്കും. എന്നിട്ട് അതിങ്ങനെ തിരിച്ചിട്ടുന്നൊരു കളിയാണ്. അതൊക്കെ മണിക്കൂറുകളോളം കടപ്പുറത്ത് നിന്ന് കളിക്കും. പിന്നെ ഈ ചെസ് കളി മാതിരിയുള്ള ഒരു ചതുരക്കളിയുണ്ട്, അതും. ഇതൊക്കെ മണിക്കൂറുകളോളം കളിച്ച് സമയം കളയും. ഇന്ന് ഒറ്റൊരു കുട്ടികളെയും അതിന് കാണാറില്ല. കാരണം അത് അങ്ങനത്തെ കളി ഇല്ല ഇപ്പോൾ. അതൊക്കെ വാനിഷ് ചെയ്ത് പോയ പോലെയാണുള്ളത്. അന്ന് ഈ കളിയുടെ കൂട്ടത്തിൽ തന്നെ കടലിൻ്റെ സ്വഭാവം, വെള്ളം, മീൻ, ഇതൊക്കെ ഒരു പാഠമായിരുന്നല്ലോ കുട്ടികൾ, അല്ലേ? പക്ഷെ അങ്ങനെ ഒരു പാഠം, മീൻ എന്താണ് ഏതാണെന്നല്ലോ അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് പോയി ഫോണിലാവുമ്പോൾ ഉണ്ടാവില്ല. ഇല്ലല്ല, അവർ ഇന്ന് ആ രീതിയിലല്ല പോകുന്നത്. ഇന്നിപ്പോൾ സ്കൂബ ഡൈവിങ്ങിലും സ്നോർക്കലിങ്ങിലാണ് കുട്ടികൾ മീനിനെ കാണുന്നതും പഠിക്കുന്നത്. പക്ഷേ അന്ന് ഈ ചൂണ്ടയും സ്ട്രിങ് ഉപയോഗിച്ച് പിടിക്കുന്ന പരിപാടിയായിരുന്നു. ഇന്നതൊക്കെ ഒഴിവായി. വളരെ അപൂർവം കുറച്ച് പേര് ആ ഫിഷിംഗ് ടെക്നോളജിയിലേക്ക് നീങ്ങുന്നുള്ളൂ. വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട് കുട്ടികൾ. ഇതിൽ മാത്രമല്ല, പിന്നെ അവിടുത്തെ ജീവിത സംസ്കാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്കാരത്തിൽ തന്നെ ബന്ധങ്ങൾക്കിടയിലുള്ള പണ്ടാണെങ്കിൽ ഇപ്പം നമ്മളെ കേരളത്തിലാണെങ്കിലും പണ്ട് വറുതിയുടെ പട്ടിണിയുടെ കാലത്ത് കൂടുതൽ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമായിരുന്നു, പരസ്പരം കാണുമായിരുന്നു. ആഘോഷങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പെരുന്നാളൊക്കെ വരുമ്പോൾ. അപ്പോൾ അതേപോലെ ഇന്ന് കുറേ മാറി, പരിമിതമായി, അവനവൻ്റെ റൗണ്ടിനകത്ത് മാത്രം പരിമിതമായി. അതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് അവിടെ. തീർച്ചയായും അതേപോലെ തന്നെ. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ അനിയൻ്റെ മക്കളെയും വരെ അന്ന് വളരെ നമുക്ക് അറിയാമായിരുന്നു, പേര് വരെ അറിയാമായിരുന്നു. ഇന്ന് സ്വന്തം അനിയൻ്റെ കുട്ടീൻ്റെ പേര് അറിയാത്തവരാണ് ഇന്നുള്ള സമൂഹം. ഒരു ദ്വീപിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും? കവരത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും? കവരത്തിലൊരു 9,000 പോപ്പുലേഷൻ ഉണ്ടാകും. പക്ഷേ ഒരു 2,500 എഗെയിൻ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടി ഉണ്ടാവും. മറ്റു ദ്വീപുകളിലെ തലസ്ഥാന നഗരി ആയതുകൊണ്ട് മറ്റു ദ്വീപുകളിലെ ആൾക്കാരും പിന്നെ സെക്രട്ടേറിയറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഔദ്യോഗിക ജീവിതത്തിന് വരുന്ന കൂടി ഒരു 11,000 എപ്പോഴും ഫ്ലോ ഉണ്ടാവും.
അത് കവരത്തി മറ്റുള്ള ദ്വീപുകൾ അതിനേക്കാൾ കുറവാണോ മറ്റുള്ള ദ്വീപുകൾ? മറ്റുള്ള ദ്വീപുകളിലെല്ലാം ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു 10,000 9,000 10,000 ഒക്കെ മേജർ അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപിൽ, വലിയ ദ്വീപുകൾ അന്ത്രോ മിനിക്കോയാണ് അവിടെയുള്ളൂ. മറ്റു ദ്വീപുകളിലൊക്കെ 5,000 3,000 4,000 ആൾക്കാർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കവരത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കവരത്തിക്കാരനാണ്, അയാൾ അങ്ങനെ പരസ്പരം അറിയുന്ന കുടുംബ ബന്ധങ്ങൾ കൊണ്ട് പിണക്കപ്പെട്ട ആളുകളാണോ, അതല്ല അങ്ങനെ അറിയാതെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പം അങ്ങനെ അത്ര കേരളം പോലെ അല്ലല്ലോ അല്ല. അപ്പോൾ അവിടെ പരസ്പരങ്ങളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും, ഏകദേശം എല്ലാം അറിയുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നത് അറിയാതെ പോയിട്ടുണ്ട്. നേരത്തെ എവിടെയായാലും അത് കവർത്തിക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എൻ്റെയൊക്കെ ഒരു 15-20 വയസ്സുകളിലൊക്കെ കവർത്തിക്കാരനാണെന്നെങ്കിൽ നമുക്ക് എവിടെയും കവർത്തിക്കാരനാണെന്ന് പറയാൻ പറ്റും. ഇന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൊണ്ട് കവർത്തിയും കടുമം എല്ലാ ദ്വീപുകാരും കവർത്തിയിലുള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് മിക്സഡായി. അവിടെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ കേട്ട് ദ്വീപുകാർ ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അപ്പോൾ ഭയങ്കര മറ്റുള്ളവരെ ക്ഷണിക്കാനും അവിടെ വരാനും അല്ലെങ്കിൽ കൊടുക്കാനൊക്കെ ഉള്ള അങ്ങനത്തെ ആ ഒരു കൾച്ചറിലൊക്കെ ഇന്ന് മാറ്റം വന്നിട്ടുണ്ടോ? പുതിയ തലമുറയിൽ എങ്ങനെയാണ് മാറ്റം വന്നിട്ടെന്ന് വെച്ചാൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും വളരെ അത് തുടർച്ചയായി വന്നതുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്, അത് നിലനിന്ന് വരുന്നുണ്ട്. ഇനിയും ആൾക്കാർക്ക് ആ ആതിഥ്യ മര്യാദ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കേരളത്തിലെത്തുമ്പോൾ ഇവിടുത്തെ പല കൾച്ചറിലെ ആളുകൾ കാണുമ്പോൾ ഇവരെന്താ എങ്ങനെയും തോന്നാറുണ്ടോ പലപ്പോഴും? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അതായത് നമ്മൾ കൾച്ചറിന് പറ്റാത്ത ചില നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിന് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ആളുകൾ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന, അല്ല അപ്പോൾ വ്യത്യസ്ത നിങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയും തന്മയത്വമുള്ള കുറച്ചൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവ പെരുമാറ്റങ്ങൾ മാറി ചില കാപ്പട്യങ്ങൾ കാണുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ട്. പക്ഷെ അത് ക്രമേണ ഇങ്ങനെ മാറി വരികയാണ്. നമ്മൾ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ദ്വീപിലെ കുട്ടികളും ദ്വീപിലെ യുവാക്കളും ഒക്കെ ഇതിൽ കുടുങ്ങിക്കൊണ്ട് വരികയാണ്. അത്രയും മാത്രം അതിലേക്ക് മിങ്കിളായി കഴിഞ്ഞു. പണ്ട് ഇപ്പോൾ പറഞ്ഞോടെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല, മദ്യശാലകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ ഒരുപാട് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദ്വീപിൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രഫുൽ കൊട പാട്ടേൽ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ, അയാൾ ഒരു 5 വർഷം ആയിപ്പോൾ. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ അങ്ങനെയാണ്, ഡെവലപ്മെൻ്റാണ്, ടൂറിസം ഡെവലപ്മെൻ്റാണ് മൂപ്പരുടെ മുഖ്യ അജണ്ട. അപ്പോൾ ടൂറിസം ഡെവലപ്മെൻറ്റിലെ ഒരു പാർട്ടാണ് ഈ പറഞ്ഞ പോലെ മദ്യം. അത് ആ നിലക്കുള്ള മാറ്റം വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അത് അതിവിദൂര ഭാവിയിൽ അതുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ആ നിലക്കുള്ള ചേഞ്ചസുകളിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, മത്സ്യബന്ധനം. പണ്ട് നിങ്ങളൊക്കെ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കടലിൽ പോയിട്ടുണ്ട്, കുറേ ദൂരത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ മെയിൻ ട്യൂണ ഫിഷിംഗ് ആണ് മെയിൻ കാര്യം. അന്ന് ഇത് ഗവൺമെൻറ് എംപ്ലോയി ആയാലും ഹോളിഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വേക്കൻസി കിട്ടുമ്പോഴൊക്കെ ഫിഷിങ്ങിന് പോവുക ഒരു 90% ആൾക്കാരുടെ ഹോബിയാണ്. ഈ പോളാൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് പിടിക്കുന്ന അത് വലിയൊരു രസമുള്ള പരിപാടിയാണ്. അതിൽ ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പോയി പോകും. അപ്പോൾ അതിൽ 90% ആൾക്കാരും എംപ്ലോയി ആയാലും ഈ ഫിഷിങ്ങിൻ്റെ കാര്യത്തിൽ പോകും. അതൊരു വേറെ എൻ്റർടൈൻമെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഇതാണ്. അപ്പോൾ അതിലേക്ക് പോയി അങ്ങനെ എംപ്ലോയി ആയാലും ആരായാലും ഈ 90% ആൾക്കാരും ഇതിൻ്റെ പിന്നാലെ പോകും. ഞാനൊക്കെ അതിൻ്റെ ഒരുപാട് ഫിഷിങ്ങിനും ഇതിനൊക്കെ പോയി പരിചയമുണ്ട്. ഒരേ മീൻ തന്നെയല്ലേ കിട്ടുന്നത്? ഒരു അതായത് കൂടുതലും നമ്മൾ ഈ മാസ് ഉണ്ടാക്കണ ട്യൂണയാണ് ഈ പിടിക്കുന്നത്. അല്ല, ദ്വീപിൻ്റെ മത്സ്യവിഭവങ്ങൾ ഈ മാസ് തന്നെയാണ്. അതല്ലാതെ പുറത്ത് നിങ്ങൾ പിന്നെ അവിടെ വീട്ടിൽ മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ ഏതൊക്കെ മീനാണ് നമ്മളവിടെ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ മീനുകളൊക്കെ? കേരളത്തിൽ കിട്ടുന്ന മീൻ അധികം കിട്ടാറില്ല. നമുക്ക് വേറെ ഈ അയക്കുറ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ അയക്കുറയും ദ്വീപിലെ അയക്കുറയും വ്യത്യാസമുണ്ട്. പിന്നെ തിരണ്ടി, അതൊക്കെ കോമൺ ആണ്, ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ മെയിൻ നമ്മൾ ട്യൂണയാണ് അവിടുത്തെ കോമൺ ഫിഷ് എന്ന് പറയും. പക്ഷേ ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതാണ്. ട്യൂണ ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ?
വീട്ടുകാർ ടീണ വേണമെന്ന് പറയുമ്പോൾ ടീണ എടുത്തുകൊണ്ടിരും, പക്ഷെ അത് ഐസിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് കുറവായിരിക്കും. ഭയങ്കര ടേസ്റ്റ് മാറ്റുണ്ടാവും. തീർച്ചയായിട്ടും ഫ്രഷ് കിട്ടുന്നതിനേക്കാൾ നാട്ടിലാണെങ്കിൽ ആ ഫ്രഷ് മീൻ കഴിക്കായിരുന്നു തോന്നി പോകും തീർച്ചയായിട്ടും ഇത് കഴിക്കുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന. അപ്പോൾ പിന്നെ മത്സ്യബന്ധനം പറഞ്ഞ പോലെ അവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സിൻ്റെത് ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാരാണ് അധികം ഉണ്ടാവുക. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇത് ജോലി ഏറ്റെടുക്കുന്ന എടുക്കുന്നവരുണ്ട്, അത് കയറ്റി അയക്കുന്നൊക്കെ ഉണ്ട്, മീൻ ടൂണ പിടിച്ചിട്ട് അല്ലേ. ഓക്കെ, അവിടുത്തെ നമ്മളിനി പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ദ്വീപിൽ പൊതുവെ ദ്വീപിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കുറേ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ ഒരു മുസ്ലിം കൾച്ചർ അവിടെ ഉണ്ടെങ്കിലും മറ്റ് യഥാർത്ഥ എനിക്ക് തോന്നുന്നു ഒരു സുന്നി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അത് വളരെ ഡീപ്പായിട്ട് പോയിരുന്നതിൽ നിന്ന് ഒരു തൗഹീദിൻ്റെ ആദർശം ദ്വീപിൽ കവരത്തിയിൽ എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്? ഞാനൊക്കെ ചെറിയ കാലങ്ങളിൽ വളരെ ഒരു 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വേറെ ദ്വീപിലാണ്, വാപ്പയുടെ ഉദ്യോഗം വേറെ ദ്വീപിലായതുകൊണ്ട് കവരത്തിയിൽ നിന്ന് മാറി വേറെ ദ്വീപിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു 5-6 ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ശരിക്കൊരു കവരത്തിയിലെ കുട്ടികളുമായിട്ട് ഇടപെടാൻ കിട്ടുന്നത്. അന്ന് ഏകദേശം ഒരു 1957 തന്നെ അഗത്തിയിലൊരു മുഹമ്മദ് മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വരികയും അദ്ദേഹം ഈ ആദർശം, തൗഹീദി ആദർശം അഗത്തി ദ്വീപിലേക്ക് എത്തിക്കാനായി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ എൻ്റെ വാപ്പയും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നവർ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. എൻ്റെ വാപ്പയാണ് കവരത്തിയിലേക്ക് ഈ തൗഹീദി ആദർശം അവിടെ എത്തിക്കുന്നത്. ഉപ്പാൻ്റെ പേരെന്തായിരുന്നു? ഉപ്പാൻ്റെ പേര് അബ്ദുസ്സലാം. അറബിക് ടീച്ചറായിരുന്നു. ഇവിടെ അരീക്കോട് സുല്ലം പഠിച്ചാണ് പണ്ട്. അവർ വന്നിട്ട് പിന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അന്നത്തെ കാലത്ത് അറിയാമല്ലോ, എല്ലാം ഈവൻ ഞാൻ തന്നെ ചില സമയത്ത് പന്ത് കളിക്കാൻ പോകുമ്പോൾ അവന് മറ്റ് വഹാബിയാണ്, അവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയ സംഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ബാപ്പ തൗഹീദ് ആദർശം അവിടെ എത്തിച്ചത്. തീർച്ചയായും ആദ്യം ഉണ്ടായിരുന്ന പ്രതികരണങ്ങളൊക്കെ രൂക്ഷമായിരുന്നു. ആദ്യം വളരെ രൂക്ഷമായിരിക്കും. പിന്നീട് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പിന്നീട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കുറച്ച് പേരത് മനസ്സിലാക്കുകയും ആദർശത്തെ മുറുകെ പിടിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഓരോ ദ്വീപിലും വളരെ 1-2 ദ്വീപ് ഒഴിച്ച് ബാക്കി എല്ലാ ദ്വീപുകളിലും നമുക്കൊരു തൗഹീദി ആദർശമുള്ള ഒരു പള്ളികൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഫസ്റ്റ് തൗഹീദ് പറയുമ്പോൾ, കാരണം അത്രമേൽ പോലെ ആദ്യം ഇപ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എനിക്കാണ് അതിനോടുള്ള ഒരു റിജക്ഷൻ, എന്താ പറയുക, ഒരു അഗ്രസീവായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കല്ലേറും ഭയങ്കര ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ബാപ്പയൊക്കെ പറഞ്ഞ കാലത്ത് അതുണ്ടായിരുന്നു എന്നുള്ളതാണ് ബാപ്പ പറഞ്ഞു കേട്ടതല്ല, എനിക്ക് അനുഭവം ഇല്ല. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു മുസ്ലിയാർ ബാപ്പൻ്റെ തലയിൽ ചവിട്ടിയ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉളുടുക്കാൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ തലയിൽ ചവിട്ടുകയും അങ്ങനത്തെ അനുഭവങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മൻ്റെ ബാപ്പ ആദർശം സ്വീകരിച്ചു, എൻ്റെ ബാപ്പ വഴി. ഉമ്മൻ്റെ ബാപ്പയെ അതുപോലെ ഇങ്ങനെ കുട്ടികൾ കളിയാക്കും, മൊഹിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് വീഴുമ്പോൾ വെറുതെ തമാശക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ച അതാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കളിച്ചു വളർന്ന് ഇപ്പോൾ എൻ്റെ കൂടെ പള്ളിയിൽ വരാൻ തുടങ്ങി. എല്ലാ സമയം എൻ്റെ കൂടെ ആയതുകൊണ്ട് എൻ്റെ കൂടെ നമ്മുടെ സലഫി പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവനന്ന് വീട്ടിൽ പോയി കെട്ടിയിട്ടിട്ട് അടിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ നിസ്കാരമില്ല ഒന്നുമില്ല, അവനങ്ങനെ ആ രീതിയിലേക്ക് പോയി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദഅ്വ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലൊരു മികച്ച ദഅ്വ പ്രവർത്തനം, കുറേ ആളുകൾ ഈ ആദർശത്തെ മനസ്സിലാക്കി പള്ളി വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു, അതൊക്കെ എങ്ങനെയാണ്? എത്ര വർഷം മുമ്പാണ്? എങ്ങനെയാണ്? ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് തന്നെ അങ്ങനെ നമ്മൾ ചെറിയ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാരെ കൊണ്ടുവരികയും ഇവിടെ നമ്മളെ കേന്ദ്രം ആദർശമുള്ള ആൾക്കാരൊക്കെ വന്ന് പണ്ഡിതന്മാരെ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സമ്മേളനമൊക്കെ നടത്തി വരാറുണ്ട്. അവിടെ മറ്റ് ദഅ്വ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വരിക, പണ്ഡിതന്മാർ വരുന്നു, അവർ പള്ളിയിൽ നിൽക്കുന്നു, ഇമാമാവുന്നു, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ ദ്വീപുകാരായ ആരെങ്കിലും
അതിന് പ്രാപ്തമായിട്ട് ദീനി പഠിച്ച് വന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മൾ കടമത്ത് ദ്വീപിൽ 2 പേരും അനിയനും ജ്യേഷ്ഠനുണ്ട്. രണ്ടുപേരും ഒരാൾ ഹാഫിളാണ്, സുന്നി ദർസിലും ഒക്കെ പഠിച്ച് പാണ്ഡിത്യമുള്ള ആൾക്കാരാണ്. അവരിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ആദർശം സ്വീകരിച്ച് നമ്മുടെ പള്ളിയിലെ ഖത്തീബായിട്ട് 2 പേരും നോക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ അൽഹംദുലില്ലാ ജാമിയയിൽ ഉണ്ട്. ഇപ്പോൾ മുസ്ലിം ഒരു ഇപ്പോൾ പുള്ളി ഇത് തീരാറായിരുന്നു. പിന്നെ പഠിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ ഈ അറബി കോളേജിൽ നിന്ന് അല്ല, ഇപ്പം ബാപ്പ അറബി കോളേജിൽ പഠിച്ചിരുന്നല്ലോ, ലെവലിൽ പഠിച്ചിരുന്നല്ലോ. അപ്പം അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ ബാക്കിയുള്ളടത്തും ഉണ്ടായി. പള്ളിയിലൊക്കെ ഇപ്പോൾ നമ്മൾ കവരത്തി പള്ളിയില്ലേ, കവരത്തിയിലിപ്പോൾ KNM-ൻ്റെ പള്ളി, വിസ്ഡത്തിൻ്റെ പള്ളി അങ്ങനെ ഉണ്ടോ? അത് ഇപ്പം എങ്ങനെയുള്ളത്? ഇല്ല, കവരത്തിയിൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട്. KNM-ന് നമ്മൾ ഒന്നിച്ചുള്ളപ്പോൾ KNM രജിസ്ട്രേഷനിലാണുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുറന്നു പോകുന്നു, KNM പള്ളിയായിട്ട് തോന്നുന്നു. വിസ്ഡം ഒരു വിസ്ഡം സംഘടനയായിട്ട് ഇവിടെ രൂപീകരണം നടന്നിട്ടില്ല. പക്ഷെ വിസ്ഡം ആദർശമുള്ള ഒരുപാട് പേര് ദ്വീപിലുണ്ട്. ചില പള്ളികളൊക്കെ വിസ്ഡത്തിൻ്റെ അണ്ടറിലാണ്, അവരുടെ നോട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. മദ്രസ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്? ഈ മെയിൻ ഈ കവരത്തി, അഗത്തി, കടമത്ത് ഈ 3 ദ്വീപുകളും വലിയ പള്ളികളാണ്. അവിടെ സൽഫികൾ ആദർശം കൂടുതലുള്ള ആൾക്കാരാണ്. അവിടെ മദ്രസ കടമത്ത്, അഗത്തി ഇവിടെ നമ്മുടെ വിസ്ഡം മദ്രസയുടെ സിലബസാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവരത്തിയിൽ KNM-ൻ്റെ മദ്രസ ആണ് ഫോളോ ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഇപ്പോൾ അവിടെ ഈ ദവാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ ഓർമ്മയിൽ? ദവാപ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, 25 വർഷങ്ങളോളായി ഒരു ഗ്രൂപ്പായിട്ട് നടത്തിയിട്ട്. പക്ഷെ അത് ഈ കേരളവും ദ്വീപും തമ്മിലുള്ള അകൽച്ച, ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട്, അത് ദൈവത്തിനെ ഒരുപാട് മാന്തിക്കുന്നുണ്ട്. വളരെ സാവകാശം നടക്കുന്നുള്ളൂ. പിന്നെ ദ്വീപുകൾ തമ്മിലുള്ള അകലം, ഒരു ദ്വീപിൽ കുറച്ച് സലഫികളും മറ്റു ദ്വീപിൽ കുറച്ച് ഒന്നിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് യാത്രാ സൗകര്യമില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ നമ്മളെ പ്രഫൂർ സാഹിബിനോടൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. വേണ്ട നടപടികളൊക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ പിന്നെ നിങ്ങൾ നാട്ടിലിവിടെ നമ്മൾ പിന്നെ ഈ വിസ്ഡം ഹൗസിൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്നു. ഇനി നാട്ടിലേക്ക് എങ്ങനെയാണ്? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇവിടെ തന്നെ സെറ്റിൽ ആവുകയാണോ? എന്താണ് പ്ലാനിങ്? അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ ഇവിടെയാണുള്ളത്. എൻ്റെ മൂത്ത മോള് ഹസ്ബൻഡ് റെയിൽവേയിലാണ് ഡ്യൂട്ടി. അപ്പോൾ ദ്വീപിൽ റെയിൽവേ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ ആയിരിക്കും ഡ്യൂട്ടി. പിന്നെ രണ്ടാമത്തെ മോളും തൃശ്ശൂരിൽ, അപ്പോൾ ഹസ്ബൻഡ് തൃശ്ശൂരിലെ സ്കൂളിൽ അധ്യാപകനാണ്. അപ്പോൾ മുപ്പരും ഇവിടെ കുടുങ്ങി. പിന്നെ പറഞ്ഞില്ലേ, രണ്ടുപേരും മറ്റു 2 കുട്ടികൾ പഠിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ വീട്ടിൽ എൻ്റെ മക്കളാരില്ലാത്തതുകൊണ്ട് ഞാനിവിടെ തൽക്കാലം ഇവിടെ നിൽക്കുന്നുണ്ട്. അതുവരെ പോകുന്നവരെ ഇവിടെ ദവാപ്രവർത്തനമായിട്ട് ഇങ്ങനെ കഴിയുക. അങ്ങനെയാണുള്ളത് നിശ്ചയിച്ചെങ്കിൽ നാട്ടിലേക്ക് പോകും. അവിടെ നാട്ടിൽ വീട്ടിൽ ആരൊക്കെയാണ്? കുടുംബങ്ങൾ ആരൊക്കെ ഉണ്ടാവും? കുടുംബങ്ങൾ ഉമ്മയൊക്കെ മരിച്ചിട്ട് കുറേ കാലങ്ങളായി, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പെങ്ങള്, സഹോദരന്മാർ, അവരുടെ മക്കളൊക്കെ എല്ലാം അവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെക്കേഷനോ കാര്യങ്ങളിൽ പോക്കുണ്ടോ? അതെ, ഞാൻ ഇപ്പോൾ പോയി വന്നിട്ട് ഒരു മാസമായുള്ളൂ. ഞാൻ കല്യാണം കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പോവും. മെയിൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, പിന്നെ ഷുഗർ പേഷ്യൻ്റാണ്, 16 വർഷമായി. അപ്പോൾ എല്ലാത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് നടക്കില്ല. അതാണ് ഇവിടെ കൂടുതലും ഇവിടെ ഇങ്ങനെ കോഴിക്കോട് ബേസ്ഡായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ MICC-ലും ഇക്രയിലൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം എമർജൻസിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഏതെല്ലാം റാത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് ഇനി എന്തെങ്കിലും വേറെ കൂട്ടിച്ചേർക്കാനോ ബാക്കി ശ്രോതാക്കളോട്, പീസ് റേഡിയോ ശ്രോതാക്കളോട് പറയേണ്ടത്? പീസ് റേഡിയോയെക്കുറിച്ച് നിങ്ങളെങ്ങനെയാണ് നാട്ടിൽ അവിടെ ദ്വീപിലുള്ള ആളുകൾക്ക് പീസ് റേഡിയോ കേൾക്കുന്ന ആളുകളുണ്ടോ, അല്ലെങ്കിൽ റേഡിയോ കേൾക്കുക എങ്ങനെയാണ്? പീസ് റേഡിയോൻ്റെ അതിൻ്റെ ആവശ്യകതകളും അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ അത് ഉപയോഗിക്കുന്നുള്ളത് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞങ്ങൾ കുറേ ഇതായിട്ട് മുന്നോട്ടിറങ്ങി കുറേ പേരെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അത് എങ്ങനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ അതിനെ അവലോകനം നടത്തിയിട്ടില്ല. രാവിലെ മോർണിംഗ് ലൈവ് ഷോ ഉണ്ടാവില്ല, മോർണിംഗ് ലൈവ് ഷോ 6 മുതൽ 8 മണി വരെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ലൈവായിട്ട് അതിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. രാവിലെ 6 മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിൽ. അപ്പോൾ അതിൽ ആങ്കറിങ്ങിൽ ഉണ്ടാകുന്ന സമയത്തൊന്നും ഇങ്ങനെ ദ്വീപിൽ നിന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നില്ല, കുറേ പല സ്ഥലത്തുനിന്ന് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ലൈവായിട്ട് പ്രോഗ്രാം അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലൈവ് കമൻറ്റ് ചെയ്യാനും വിശേഷങ്ങൾ പറയാനും പറ്റിയൊരു സന്ദർഭമാണത്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ പിന്നെ ദ്വീപിൽ നിന്നുള്ള ആളുകൾ ഇനി കൂടുതൽ അതിൽ ആ സമയത്തൊക്കെ വന്ന് തീർച്ചയായും വിശേഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. കുറേ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുണ്ടായി. ഇൻഷാ അല്ലാ കൂടിക്കാഴ്ച ഇവിടെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷറഫുദ്ദീൻ സാറിന് പീസ് റേഡിയോ ഒരു പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും അല്ലാഹു ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗത്തിനൊക്കെ ഏറ്റവും ശമനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത ഒരു പ്രോഗ്രാമുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.